ഈ പലതവണ ഹ്യൂമിലേറ്റഡ് ആയപ്പോഴും ഞാൻ ജയിക്കണം എന്നുള്ള വാശിയിൽ നിന്നത് RFC തന്നെയാണ്. ചെറിയ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നുമില്ലാത്തൊരു ബേസിൽ നിന്ന് വന്നതാണ്. 2021-ലും 2023-ലും സെക്കൻഡ് റണ്ണറപ്പായി. മൂന്നാമത്തെ വർഷം തിരിച്ചു വരുമ്പോൾ ഞാൻ നേരെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അവിടെ പിള്ളേരോട് പറഞ്ഞു, ഈ വണ്ടി എനിക്ക് പൊളിച്ചൊന്ന് പണിയണം, ഈ വണ്ടിക്ക് നീളം കൂടുതലാണ്, എനിക്ക് നീളം കുറച്ച് തരണം. എനിക്കൊരു കോറിയൊക്കെ ഉണ്ടായിരുന്നു. ആ കോറിയിൽ നിന്നൊക്കെ കിട്ടിയ വരുമാനം എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ സേവ് ചെയ്ത് വീടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനതെടുത്ത് ഫുള്ള് വണ്ടിയിൽ കളഞ്ഞു. വലിയ ഉറപ്പൊന്നും ഇല്ലാതെയാണ് 24-ൽ ഞാൻ, അതായത് കോമ്പീറ്റ് ചെയ്യണമെന്ന് ഉറപ്പില്ലാന്ന് നിൽക്കുകയാണ്. അപ്പം എനിക്ക് JSWയുടെ ഒരു ഡ്രൈവറുടെ കോള് വന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരുന്നില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, എൻ്റെ വണ്ടിയില്ല, വണ്ടി കംപ്ലൈൻ്റ് ആണ്, പണിയാൻ. അതപ്പോൾ ഇവിടെ പണിത് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞുള്ളൂ സ്ട്രക്ചർ. അപ്പോൾ എത്ര രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തു. 3-3.5 ലക്ഷം രൂപ കണ്ട് എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഓക്കെ, കമ്പനി പെയർ ചെയ്യും, നിന്നെ എൻട്രി ഞങ്ങൾ എടുക്കും, ബാക്കി കാശ് നിനക്ക് അയച്ചു തരും, ജയിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ബോണസും തരുന്നു. അടുത്ത ദിവസം രാവിലെ സ്ക്രൂട്ടിനി ആണെങ്കിൽ തലേന്ന് വൈകുന്നേരം 8 മണിക്കാണ് ഞങ്ങൾ പണി തീർക്കുന്നത്. 8 മണിക്ക് ട്രക്കിൽ ലോഡ് ചെയ്ത് വണ്ടി ഒന്ന് ടെസ്റ്റ് പോലും ചെയ്യാതെ നേരെ അങ്ങ് പോയി. പൊട്ടാണെങ്കിൽ പൊട്ട, ജയിക്കുകയാണെങ്കിൽ ജയിക്കുക എന്നുള്ള മൂല്യം. Day 1 Day 2 അവൻ വിന്നറിൽ നിന്നു. Day 3 ഞാൻ വിന്നറായി. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. കാരണം അത്രയും എന്താ പറയാ, തോൽവികൾ മാത്രമല്ല, പലരും ജയിക്കാൻ സമ്മതിക്കാതെയും പരീക്ഷണങ്ങളായിരുന്നു കുറെ. അപ്പം RFC ജയിക്കാന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എനിക്കൊന്നും വേണ്ടിയിരുന്നില്ല. ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഓഫ് റോഡ് വണ്ടികളും എൻ്റെ വണ്ടിയുടെ കോപ്പിയാണ്. എൻ്റെ വണ്ടിക്ക് ഒരു ഡിസൈൻ വരെ എൻ്റെ വണ്ടിയുടെ കോപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം, ഒട്ടുമിക്കതും. അങ്ങനെ ഞാനും കോപ്പി അടിച്ചിട്ടുണ്ട്. ഞാനൊന്നും എൻ്റെ തലേന്ന് ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഓടുന്നത് RCV എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ബ്രാൻഡിന്റെ ആക്സിലാണ്. അപ്പോൾ അതേ സെറ്റ് ആക്സിൽസ് ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ ആക്സിലിന്റെ ഫസ്റ്റ് ഓർഡർ പോയിട്ടിരിക്കുകയാണ്. സ്റ്റണ്ട് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ ബൈക്കുമായിട്ട് സ്റ്റണ്ട് റൈഡിംഗ് ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തൻ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നു കുറെ. ഞാൻ അത്യാവശ്യം വീലിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു പരിക്ക് പറ്റി. അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ബൈക്കിനോടൊരു പേടിയാണ്. സ്പീഡിനോട് എനിക്ക് വലിയ ക്രൈസ് ഇല്ല. കാരണം സ്പീഡിൽ ഓടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്, വിഷൻ ഇല്ലാണ്ടാവും. മുമ്പിൽ ഒരാൾ വന്ന മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ചാടി വന്നാൽ ആക്സിഡന്റ് സംഭവിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതൽ. സ്പീഡിൽ ഓടിക്കും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ഞാൻ ഓടിക്കും. ഈ മോഡിഫൈ ചെയ്ത് ഇപ്പൊ പൊതുവെ ഇവിടെ സമ്മതിക്കാറില്ലല്ലോ, അതിൽ മാറ്റം വേണ്ടത് ആഗ്രഹിക്കാറുണ്ട്. കുറെ പേര് വണ്ടികൾ കൊണ്ടുവന്ന് വെറുതെ എക്സോസ്റ്റ് ഒക്കെ പൊട്ടിച്ച് വെച്ച ആൾക്കാരെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങോട്ട് ഇടങ്ങാറാക്കും. ചില വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പൊട്ട ശബ്ദം നമുക്ക് തന്നെ ഭ്രാന്താവും. കുറച്ച് നേരെ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു സമയത്ത് അതൊക്കെ ചെയ്യുമായിരുന്നു. അതാ ഇമ്മച്ചുവർ കാലത്ത് ചെയ്തിരുന്ന സാധനമാണ്. അത് എക്സോസ്റ്റ് വെച്ചിരുന്നത്. പക്ഷെ ഇത്ര ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ തോന്നലുണ്ട്, എനിക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം. അപ്പൊ ഞാൻ എത്ര എക്സ്പേർട്ട് ഡ്രൈവറാന്ന് പറഞ്ഞാലും ഉറക്കാൻ വന്നാൽ ഞാനും തീർന്നില്ലേ. ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് വണ്ടി ഓടിക്കുന്നത് ഒരു കോംപ്രമൈസ് ആണ്. ടെൻഷൻസ് തലയിൽ വെച്ച് ഓടിക്കുന്നത് ഒരു കോംപ്രമൈസ് ആണ്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്ര നല്ല ഡ്രൈവർ ആണെങ്കിലും ഒരു മൈന്യൂട്ട് പാളിച്ചാൽ മതി. കാരണം നമ്മുടെ കൈവിട്ടാണ് ഈ സാധനം പോകുന്നത്. ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോകാന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനെ എളുപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ശത്രുവും ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് എന്താ ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ലേ ചെയ്യണത്. ഈ വാഹനങ്ങൾ ഇത്ര ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ റോഡ് കുറച്ചും കൂടി നന്നാക്കണം എന്നുണ്ട്. പഴയതിന് ഡെവലപ്പ് ചെയ്ത് വരുന്നല്ലേ, ശരിക്കും നന്നായി വരുന്നതാണ്. ഞാൻ എൻ്റെ കാലത്ത് എൻ്റെ തറവാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ജീപ്പ് അല്ലാതെ ഒരു വണ്ടിയും വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ. ഇപ്പൊ എന്റെ തറവാടിന്റെ മുമ്പിൽ കൂടെ റബ്ബറൈസ്ഡ് റോഡാ. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നന്നാക്കിയിരുന്ന എന്റെ വാപ്പയും മുത്താപ്പയും കൂടി കാശ് ചിലവാക്കി പണിക്കാരെ കൊണ്ട് ഡെയിലി കല്ലിടിച്ചിട്ടും മണ്ണിടിച്ചിട്ടും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ജീപ്പ് പുറത്തേക്ക് മെയിൻ റോഡിലേക്ക് എത്താം. മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇവർ ഈ കുഴി 2-3 വലിയ ചതുപ്പുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചെളിയിൽ കല്ല് നിറയ്ക്കലാണ് വീട്ടിലെ മെയിൻ പണിക്കാരുടെ പണി. അവർ കൃഷി ആയതുകൊണ്ട് എന്നും പണിക്കാരുണ്ടാവും തോട്ടത്തിൽ. അവരുടെ മെയിൻ പണി ഞങ്ങൾക്ക് പോകാനുള്ള വഴി നന്നാക്കല. അവിടുന്ന് മാറി ആ റോഡിൽ ആ കുഴി ഉണ്ട് തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ സ്ഥലമാണ് ഇപ്പൊ. അതൊക്കെ പ്രോപ്പർ ഡ്രെയിനേജും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ സ്ലോ ആണ്. എന്നാലും ഭയങ്കര മാറ്റമല്ലേ വരുന്നത്. ഈ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഇമാതിരി റോഡുകളാണ് നമ്മുടെ മുമ്പിൽ കൂടെ വരുന്നത്. ഈ വണ്ടികൾ ഇഷ്ടമുള്ളവരെ എപ്പോഴും വണ്ടി വാങ്ങിയ പൈസ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ചെലവാക്കും. വണ്ടി വാങ്ങിയ പൈസേനേക്കാളും കൂടുതലും ചെലവാക്കിയിട്ടില്ല. എന്നാലും ഞാൻ ചെയ്യും. എനിക്ക് അത്യാവശ്യം ഒരു സ്റ്റീരിയോ വേണം, നന്നായിട്ട് പാട്ട് കേൾക്കണം. അപ്പൊ സ്റ്റീരിയോ അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ ലൈറ്റ്, ഞാൻ സ്പീഡിൽ ഓടിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ലൈറ്റ്സ് വെക്കും. പക്ഷെ ലൈറ്റ്സ് ഒന്നും അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരെ കണ്ണിലേക്ക് അടിച്ച് നശിപ്പിക്കാറില്ല. എന്നാലും എൻ്റെ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഞാൻ ലൈറ്റിന്റെ ഒക്കെ എല്ലാം കവർ ചെയ്താൽ ഞാൻ കൊണ്ടു കിടക്കാറ്. ലോങ് ഡിസ്റ്റൻസ് പോകുന്നുണ്ടെങ്കിൽ ഹൈവേയിൽ എക്സ്പ്രസ് വേയിലോ വലിയ റോഡിലോ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റിന്റെ കവർ ഊരും. സിംഗിൾ ലൈനാണ്, ഞാൻ ലൈറ്റിന്റെ കവർ ഊരും. എതിരെ വരുന്ന ആൾക്കാർക്കോ എൻ്റെ മുമ്പിൽ പോകുന്ന ആൾക്കാർക്കോ ശല്യം ഇല്ലെങ്കിൽ ഞാൻ ആ ലൈറ്റ് ഇട്ട് ഞാൻ പോണ സ്പീഡ്, ഹെഡ് ചെയ്യുന്ന സ്പീഡ് കണ്ടിട്ടാണ്, സ്ഥലം കണ്ടിട്ടേ ഞാൻ സ്പീഡ് കൂട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ അപ്ഗ്രേഡുകൾ ചെയ്യും. പിന്നെ ടയറിൽ അപ്ഗ്രേഡ് ചെയ്യും, സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്യും. ഇപ്പം എൻ്റെ ജിംനിയിൽ ഇതുവരെ ഒരു 3-4 ലക്ഷം രൂപയുടെ സാധനം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു ജിംനി ഉണ്ട്. ജിംനിയിൽ
ഒരു 4 ലക്ഷം രൂപയുള്ള സാധനങ്ങൾ ഞാൻ അതിൽ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ടർബോ ആണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എൻ്റെ കൊക്കിൽ ഒതുങ്ങൂല, അത് കാരണം അങ്ങനെ ഉണ്ടാതിരിക്കുന്നു. ഈ മോഡിഫൈ ചെയ്ത് ഇപ്പൊ പൊതുവെ ഇവിടെ സമ്മതിക്കാറില്ലല്ലോ, അതിൽ മാറ്റം വേണ്ടത് ആഗ്രഹിക്കാറുണ്ട് ഒരു അങ്ങനെയല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഫാൻസി മോഡിഫിക്കേഷൻ ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യും. ശരിക്കും ഗവൺമെന്റ് അങ്ങനെ റെഗുലേഷൻ വരുത്തണം. പക്ഷെ ഇങ്ങനെ ഓഫ് റോഡ് വണ്ടികളും ഇങ്ങനെ ക്യാമ്പിങ്ങിന് പോണ വണ്ടികളൊക്കെ ശരിക്കും ലിഫ്റ്റഡ് വണ്ടികൾ എപ്പോഴും ഒരു വണ്ടീനെ 2 ഇഞ്ച് സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ട്രെയിനിൽ പോകുമ്പോൾ അടി തട്ടാതിരിക്കും എന്നുള്ളതാണ്. അത്രയും നമുക്ക് ക്ലിയറൻസ് കിട്ടാം. അങ്ങനെ പൊക്കുമ്പോൾ അതിന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സസ്പെൻഷൻ സ്റ്റിഫർ ആക്കണം, കാരണം സെന്റർ ഓഫ് ഗ്രാവിറ്റി പൊങ്ങി വണ്ടി സൈഡിലേക്ക് ആടാനുള്ള ചാൻസസ് കൂടി. സസ്പെൻഷൻ സ്റ്റിഫർ ആക്കണം, നിർബന്ധമായിട്ടും സസ്പെൻഷൻ അപ്ഗ്രേഡ് വേണം. അപ്പം അത്രയും പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്ന സാധനം മേലേക്ക് പൊങ്ങുന്തോറും അതിനെ വൈഡർ ആക്കണം അതിന്റെ ഫുട് പ്രിന്റ്. അപ്പോൾ ടയറും വീലും ഇട്ടിട്ട് ചിലപ്പോൾ 1-2 ഇഞ്ച് വൈഡർ ആക്കാം. ഇതൊക്കെ പെർമിറ്റഡ് ലെവലിൽ ചെയ്ത് പെർമിഷൻ കൊടുക്കണം, ഫീസ് അടച്ച് പെർമിഷൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം അല്ലാത്ത മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കുറേ പേര് വണ്ടികൾ കൊണ്ടുവന്ന് വെറുതെ എക്സോസ്റ്റ് ഒക്കെ പൊട്ടിച്ച് വെച്ച് ആൾക്കാരെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങോട്ട് ഇടങ്ങാറാക്കും. ചില വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പൊട്ടോന്ന ശബ്ദം നമുക്ക് തന്നെ ഭ്രാന്താവും. കുറച്ച് നേരെ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു സമയത്ത് അതൊക്കെ ചെയ്യുമായിരുന്നു. അതാ ഇമ്മച്ചുവർ കാലത്ത് ചെയ്തിരുന്ന സാധനമാണ്. അന്ന് എക്സോസ്റ്റ് വെച്ചിരുന്നു. പക്ഷെ ഇത്ര ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെറുതായിട്ട് പോകുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടണം എന്നുള്ള രീതിയിൽ എൻ്റെ താറിലെ എക്സോസ്റ്റ് ഒക്കെ നല്ല രസമായിരുന്നു. ത്രോട്ടിൽ കൊടുത്ത ഹോന്ന് വണ്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാകും. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വിട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എത്ര നല്ല ഡ്രൈവറാന്ന് പറഞ്ഞാലും എനിക്കിങ്ങനെ തോന്നലുണ്ട് എനിക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാം. പക്ഷെ ചില സിറ്റുവേഷനിൽ പണ്ട് ഞാൻ ഉറക്കം പിടിച്ചു വെച്ചിട്ട് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോകും. കാർ എടുത്ത് മംഗലാപുരം പോകും. എൻ്റെ വീട്ടിൽ നിന്ന് മംഗലാപുരം, അവിടുന്ന് എൻ്റെ വൈഫ് ഹൗസ് കോതമംഗലാണ്. അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകും. ഇങ്ങനെ ഷട്ടിൽ അടിക്കുമായിരുന്നു ഈ ട്രയാങ്കിൾ. കോതമംഗലം, പെരിന്തൽമണ്ണ, മംഗലാപുരം ഇങ്ങനെ അടിക്കുമായിരുന്നു എല്ലാ വീക്കെൻഡും. അന്ന് എനിക്ക് രാത്രി നിർത്താതെ ഓടിക്കാൻ എനിക്കൊരു മടിയിലായിരുന്നു. നേരം വിളിക്കുമ്പോൾ 4 മണിക്കൊക്കെ ഞാൻ കോളേജിലെത്താം, എന്നിട്ട് പിന്നെ ക്ലാസ്സിലേക്കും പോകും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കത് പറ്റണില്ല. അതായത് പ്രായമാകുന്നതോറും നമ്മൾ കോംപ്രമൈസ്ഡ് ആവുന്നു പല കാര്യങ്ങളിലും. അപ്പോൾ ഞാൻ എത്ര എക്സ്പേർട്ട് ഡ്രൈവറാന്ന് പറഞ്ഞാലും ഉറക്കാൻ വന്നാൽ ഞാനും തീർന്നില്ലേ. ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് വണ്ടി ഓടിക്കുന്നത് ഒരു കോംപ്രമൈസാണ്. പിന്നെ ടെൻഷൻസ് തലയിൽ വെച്ച് ഓടിക്കുന്നത് ഒരു കോംപ്രമൈസാണ്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര നല്ല ഡ്രൈവറാണെങ്കിലും ഒരു മൈന്യൂട്ട് പാളിച്ചാൽ മതി. കാരണം നമ്മുടെ കൈവിട്ടാണ് ഈ സാധനം പോകുന്നത്. ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോകാന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനെ എളുപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ അതിൽ ചിലപ്പോൾ വല്ല ശ്രദ്ധയും തരുന്ന ഫോണായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന ഒരു വണ്ടിയായിരിക്കാം, എതിരെ വരുന്നവൻ്റെ ലൈറ്റ് ആയിരിക്കാം. ഞാൻ മാക്സിമം ഓടിക്കുമ്പോഴൊക്കെ കോൺസെൻട്രേറ്റഡ് ഓടിക്കാറുണ്ട്. എന്നാലും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട്. എൻ്റെ അടുത്തും തട്ടും. ചിലപ്പോൾ റോഡ് റേജ് പോലെയൊക്കെ ചില സമയത്തൊക്കെ സംഭവിക്കും. അതൊക്കെ ഭയങ്കര മിസ്റ്റേക്കാണ്. പിന്നെ നമുക്ക് തന്നെ ടെൻഷനാവും. ഏതെങ്കിലും ഒരുത്തിൻ്റെ മേത്തേക്ക് ചെളി വാരി തെറിപ്പിച്ചിട്ട് പിന്നെ അവൻ പിന്നാലെ കൂടി ഫുൾ ടെൻഷനാണ്. ഈ അടുത്ത അരുണാചൽ വരെ ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇരുന്ന ഡ്രൈവറോട് പറഞ്ഞു വിട് പറഞ്ഞ് പുള്ളിനെ ബൂസ്റ്റ് ചെയ്ത് വിട്ട് അവസാനം ഒരു ചെളി കൂടെ അങ്ങ് പോയി. അപ്പോൾ സൈഡിൽ കൂടെ വന്ന വണ്ടി അവനും സ്പീഡ് കൂട്ടി. ഈ ചെളി ഫുള്ള് അവൻ്റെ വായിലിക്കും കയറി. അവൻ ഗ്ലാസ് കുറച്ച് തുറന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി, ഇവൻ ഞങ്ങളെ പിടിക്കാൻ വരുവാണോ എന്ന്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം അയാൾ നിർത്തി. ഞങ്ങൾ കർണാടക വണ്ടിയും കൊണ്ടാണ് പോണത്, അരുണാചലിൽ വെച്ചാ. അപ്പോൾ അയാളൊരു ഡോക്ടർ, ഞങ്ങൾ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞാൻ അവിടെയാണ് MBBS പഠിച്ചെന്ന് പറഞ്ഞ് പിന്നെ അയാൾ സംസാരിക്കുന്നതാ. അയാൾ തല്ലാതെ ഞങ്ങളെ വിട്ടു. സാധാരണ അവിടുത്തെ ആൾക്കാരെ ശീലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല്ല അല്ലെങ്കിൽ വെടിവെപ്പൊക്കെ ആയിരിക്കും. അത് ഞങ്ങൾ ഒഴിവാക്കി വിട്ടു. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ഈ സ്പീഡ് കൊണ്ടും റോഡ് റേഞ്ച് കൊണ്ടും പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പണി കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ശത്രുവും ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ലേ ചെയ്യണത്. ഒത്തിരി ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ ഓഫ് റോഡ് അല്ലെങ്കിൽ സ്റ്റണ്ട് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇത് ടെക്നിക്കലി എങ്ങനെ പഠിക്കണം എന്നതുണ്ട്. അതിനുള്ളൊരു സംവിധാനമുണ്ടോ കേരളത്തിൽ? സ്റ്റണ്ട് റൈഡിംഗ് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ ബൈക്കുമായിട്ട് സ്റ്റണ്ട് റൈഡിംഗ് ഒക്കെ ഓടിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുത്തൻ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നു കുറേ. ഞാൻ അത്യാവശ്യം വീലിയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ദൂരമൊന്നും ഓടിക്കില്ല, എന്നാലും കുറച്ചൊക്കെ വീല് ചെയ്തിട്ട് കുറച്ചൊരു 10-20 മീറ്ററൊക്കെ പോയി താഴ്ത്തിറക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ തീരെ ബൈക്കിലായാലും എന്ത് വണ്ടിയിലും ഞാൻ നല്ല റോഡിൽ നല്ല സ്പീഡിൽ ഓടിക്കുമായിരുന്നു. റോട്ടിൽ ഇങ്ങനെ കിടത്തി കാലോ അല്ലെങ്കിൽ ഫുഡ് റെസ്റ്റോ ഒക്കെ മുട്ടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീ പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഹരമുള്ള പരിപാടിയാണ്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ബൈക്കിനെ പേടിയായി പറഞ്ഞു. ഒരു ചെറിയൊരു ആക്സിഡന്റ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു വളവിൽ വെച്ചിട്ട് പെട്ടെന്ന് സ്ഥിരം ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചയും ഞാൻ അവിടെ നിന്ന് വരുമായിരുന്നു ബൈക്കിൽ. ഒരു ദിവസം നോക്കിയപ്പോൾ റോഡ് പണിയാൻ വേണ്ടി കുറെ മെറ്റൽ ഇറക്കിയിട്ടുണ്ട് സൈഡിൽ. വണ്ടികൾ കയറി മെറ്റൽ ഫുള്ള് റോഡിലേക്ക് വന്നു. ഒരു കറക്റ്റ് ഒരു വളവിലാണ്, ഹൈ സ്പീഡിലാ വളവിലേക്ക് ചെന്ന് മെറ്റൽ കണ്ട് ഞാൻ അയ്യോ ഒന്ന് പാളിപ്പോയി, സ്ട്രെയിറ്റ് ആയി പോയി. പിന്നെ ഒരു കോൺക്രീറ്റിന്റെ ചാല, റോഡ് പണിയാൻ വേണ്ടി കോൺക്രീറ്റിന്റെ ചാല ഉണ്ടാക്കി വെച്ചായിരുന്നു. ആ ചാലിലേക്ക് ബൈക്ക് അങ്ങനെ പോയി അങ്ങ് വീണു. അതിന്റെ അപ്പുറത്തൊരു കല്ലിൽ പോയി ഷോൾഡർ അടിച്ചു. ഒരു 3-4 ദിവസം എണീക്കാൻ പറ്റാതെ, പൊട്ടിയൊന്നുമില്ല, പക്ഷെ ആ പെയിൻ എനിക്ക് ഇന്നും ഉണ്ട്, ഇഞ്ചറി. സ്പീഡിനോട് എനിക്ക് വലിയ ക്രൈസ് ഇല്ല. കാരണം സ്പീഡിൽ ഓടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. അതായത് വിഷൻ ഇല്ലാണ്ടാവും.
മുമ്പിൽ ഒരാൾ വന്ന് മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ചാടി വന്നാൽ ആക്സിഡന്റ് സംഭവിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതൽ. സ്പീഡിൽ ഓടിക്കും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ ഞാൻ ഓടിക്കും. എൻ്റെ ഒരു ആവറേജ് സ്പീഡ് എപ്പോഴും 70-80 ഉണ്ടാവുമായിരിക്കും ആവറേജ്. ഐ ടച്ച് അപ്പ് ടു 100-120 വരെ പിടിക്കും, അത് 260 അതാണ് എൻ്റെ സ്പീഡ്. ഞാൻ ആ ഒരു സ്പീഡിലാണ് എപ്പോഴും ഓടിക്കുക. ഇപ്പം മഡ് ഡ്രൈവിംഗ്, സ്റ്റണ്ട് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഓഫ് റോഡ്, ഇതൊക്കെ ടെക്നിക്കലി പഠിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഓഫ് റോഡിങ് ടെക്നിക്കലി പഠിപ്പിക്കാൻ ഒരുപാട് പേര്, അതായത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ നടത്തുന്നുണ്ട് ടെക്നിക്കൽ ഓഫ് റോഡിങ്, പ്രോപ്പർ ഓഫ് റോഡിങ്, വണ്ടി നശിപ്പിക്കാതെ എങ്ങനെ ഓഫ് റോഡ് ചെയ്യാം എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരാളും ഇന്നൊരു താറും ജിമ്മിയുള്ള ആളൊക്കെ അവർ വിചാരിക്കുന്നത് ഞാനൊരു ഓഫ് റോഡറാണ്, 2 തവണ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ഞാൻ ഓഫ് റോഡറാണ്. അങ്ങനെ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ റോങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ചിലർക്ക് ട്രെയിലുകൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും അവരുടെ നാട്ടിൽ, അവർ വണ്ടി വെച്ച് എന്നും റീലിടും, വണ്ടി നശിപ്പിച്ച് പണ്ടാറടക്കിയിട്ടാവും. കാരണം ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പോകണം ചിലപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇവന് ഈ വണ്ടി റോഡിലെടുത്ത് ഓടിക്കുമ്പോഴായിരിക്കും. ഇവന്റെ ഇമ്പാക്ട് അറിയാൻ പോണ റോഡിലിട്ട് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ടൈറോഡന്റ് പൊട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പൊട്ടി വഴി കിടക്കാം, വീലൂരിപ്പോവാം. ഞാൻ എൻ്റെ വണ്ടി ഓഫ് റോഡ് ഓടിച്ച് റോഡിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പം വണ്ടി നശിപ്പിക്കാതെ എങ്ങനെ ഓഫ് റോഡ് ഓടിക്കാമെന്ന് പഠിക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് മഡ് ആൻഡ് റോക്ക് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. അതിൽ ബേസിക് ഒബ്സ്റ്റക്കിൾസ് എങ്ങനെയാണ് ഓടിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഓഫ് റോഡിൽ എന്തൊക്കെ ചെയ്യണമെന്നും കോമ്പറ്റേറ്റീവ് ഓഫ് റോഡിങ്ങിൽ വിൻ ചെയ്യണത് എങ്ങനെയാണെന്നും ഞാൻ എൻ്റെ ട്രിക്സ് എന്താണെന്നും എല്ലാ സാധനവും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ ഞാൻ വന്നപ്പം എനിക്ക് തുടക്കത്തിൽ ഒരാളും ഒന്നും പറഞ്ഞു തരാനില്ലായിരുന്നു. ഞാൻ എല്ലാം ഓടിച്ച് എൻ്റെ വണ്ടിയുടെ എൻ്റെ കയ്യിലെ കാശ് ഫുള്ള് കളഞ്ഞ്, കയ്യിൽ അന്നുണ്ടായാൽ പറഞ്ഞില്ലേ ആദ്യം അന്ന് വന്നിരുന്ന കാശ് ഫുള്ള് ഞാൻ വണ്ടിയുടെ പുറത്താണ് കളഞ്ഞിട്ടുള്ളത്. അത് ഫുള്ള് കളഞ്ഞാണ് ഞാനിത് ഓരോ തവണ പൊട്ടുമ്പോഴും നന്നാക്കിയിട്ടും വണ്ടിയുടെ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തും ഞാനിത് പഠിച്ചിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരാൾ വന്നാൽ ഒരു വണ്ടി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഓഫ് റോഡ് വണ്ടികളും എൻ്റെ വണ്ടിയുടെ കോപ്പിയാണ് ഒട്ടുമിക്കതും. എൻ്റെ വണ്ടിക്ക് ഒരു ഡിസൈൻ വരെ എൻ്റെ വണ്ടിയുടെ കോപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഒട്ടുമിക്കതും. കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ കണ്ടുപിടിക്കും, ചിലതൊക്കെ ചില ആൾക്കാരുടെ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഞാൻ തന്നെ തീരുമാനിക്കുമ്പോൾ ഇത് കൊള്ളാം ഈ ഡിസൈൻ എലമെന്റ്. അങ്ങനെ ഞാനും കോപ്പി അടിച്ചിട്ടുണ്ട്. ഞാനൊന്നും എൻ്റെ തലയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. പല സാധനങ്ങളിൽ പിൻട്രസ്റ്റിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ കിട്ടുന്ന വണ്ടികളുടെ ഡിസൈൻ എൻ്റെ വണ്ടിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഞാനൊരു സാധനം ഉണ്ടാക്കി. മെക്കാനിക്കലി എങ്ങനെ വണ്ടി ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിരുന്നു. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആക്കാൻ മഹീന്ദ്രയുടെ എന്തൊക്കെ സ്പെയർ ഉണ്ടെന്നും പിന്നെ പുറത്തുനിന്ന് എന്തൊക്കെ കിട്ടുന്നൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഓടുന്നത് RCV എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ ആക്സിലാണ്. 2 ലക്ഷം രൂപയാണ് ആ സെറ്റ് ആക്സിലിന് വില. പക്ഷെ അത് വെച്ചാണ് ഞാൻ ഓടുന്നത്, കാരണം എനിക്ക് ബ്രേക്കേജസ് കുറവാണ്. അപ്പോൾ അതേ സെറ്റ് ആക്സിൽസ് ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് എൻ്റെ ആക്സിലിൻ്റെ ഫസ്റ്റ് ഓർഡർ പോയിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബോംബെയിലെ ഒരു ടീം അതേ മെറ്റീരിയൽ വെച്ച് ആക്സിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ഇവന്റിന് പാലാറിൽ പോയി. ഇപ്പം ഈ ടാറ്റയുടെ ഇവന്റിന്റെ ഈ ടാറ്റയുടെ വീഡിയോ പുറത്ത് വരുന്നതിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളൊരു ഇവന്റിന് പോയി, ജീപ്പേഴ്സ് ഓഫ് ബാംഗ്ലൂരിന്റെ കൂടെ. എൻ്റെ ജീവിതത്തിൽ ബാക്കി ഉണ്ടായിരുന്ന, അതായത് ഇന്ത്യയിൽ ഇന്ന് ഞാൻ ഓടിക്കാൻ കോമ്പീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ഇവന്റ് അതാണ് പാലാർ ചലഞ്ച്. കഴിഞ്ഞ 19 വർഷമായിട്ട് നടക്കുന്നുണ്ട്. എന്നോട് അവർ പറഞ്ഞു മലയാളികളാരും ട്രോഫി അടിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഇവന്റിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു. അവിടെ പോയപ്പോഴാണ് പറഞ്ഞ ആദ്യത്തെ പാലാർ ചലഞ്ചിന്റെ വിന്നർ മലയാളികളാണെന്ന്. അത് ഞാൻ ഇന്നലെയാണ് അറിയണത്. അതുവരെ മലയാളികൾ പോഡിയത്തിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ മലയാളികളാരും പോഡിയത്തിൽ കയറുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പുള്ളി അവിടുന്ന് അതിന്റെ നടത്തുന്ന ആളും പറഞ്ഞത് ഫസ്റ്റ് ടൈം ആയിരിക്കും മലയാളി അത് കൊണ്ടുപോകണം. കാരണം ഞാൻ ഇത്തവണ അടിച്ചു അത്. ഈ വീഡിയോ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പാലാർ ചലഞ്ച് ഞങ്ങൾ വിൻ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ വീഡിയോ ലോഞ്ച് ആവുന്നത്. ഇങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയല്ലേ? അങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോ ആഗ്രഹം മനസ്സിൽ? അങ്ങനെ ഒരു സ്ഥലമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയാൽ കുറേ മലകളൊക്കെ കാണും. അല്ലെങ്കിൽ ചെന്നൈ പോയാലോ എവിടെ പോണ വഴിക്കുള്ള മലകൾ ഇതിന്റെ മുകളിൽ വണ്ടി കയറ്റിയാൽ കൊള്ളാലോ. എനിക്ക് അങ്ങനെ കുന്നുകളും മലകളുടെ മുകളിലേക്ക് വണ്ടി കയറ്റൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം വാഗമണാണ് ഞാൻ ഏറ്റവും കൂടുതൽ കറങ്ങിയിട്ടുള്ള സ്ഥലം വാഗമണാണ്. വാഗമണിൽ വളരെ കുറച്ച് മലകളെ ഞങ്ങൾ കയറാത്തുണ്ടാവുള്ളൂ. ബാക്കി എല്ലാത്തിനും മുകളിലും. ഞാൻ 2013-14 തുടങ്ങിയതാണ് ഈ പരിപാടി, ഫൺ ഡ്രൈവ്. അന്ന് മൂവാറ്റുപുഴയിൽ എനിക്ക് കോതമംഗലത്ത് മൂവാറ്റുപുഴയിലായിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി. അവർ നമ്മളെ പോലെ തന്നെ ഭ്രാന്തന്മാരാണ്. അപ്പൊ അവരുടെ അടുത്തുണ്ടാവും താറ്. ഞങ്ങൾ താറും 4x4 വണ്ടികളുള്ളവരെല്ലാവരും കൂടി ഒരു ടീമാണ്. ഉളിപ്പുണി എന്ന് പറഞ്ഞൊരു ഫേമസ് സ്പോട്ട്, നമ്മുടെ ഇയോബിന്റെ പുസ്തകം സിനിമയിൽ എന്താണ് വിരല് മുറിക്കാൻ ആരുടെയോ അലോഷിയുടെ വിരല് മുറിക്കാൻ ആരുടെയോ വിരല് മുറിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഉളിപ്പുണി എന്ന് പറഞ്ഞ സ്ഥലം. അത് കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് ഒരു കയറ്റുണ്ട്, കുറെ പുൽമേടിന്റെ മുകളിൽ ഇവർ ഫഹദ് ഫാസിലും നടിയും കൂടി ഒരു കുതിരയെ വെച്ചിട്ടോ അങ്ങോട്ട് ഒരു പാറപ്പുറത്ത് ഒരു കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നത്. ആ സ്ഥലത്ത് വണ്ടി അങ്ങനെ പോകാറില്ല. ഇപ്പോഴത്തെ ഓഫ് റോഡേഴ്സിന്റെ അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സിന്റെ ഫേമസ് സ്പോട്ടാണത്. ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണത് ഈ മൂവാറ്റുപുഴ ടീമാണ്. ആ മൂവാറ്റുപുഴ ടീമിൽ അന്ന് ഞാനും ഉണ്ട്. അവർ ആദ്യം 1-2 തവണ അവിടെ റെക്ക അടിച്ചിട്ടുണ്ട്. അവരൊരു കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം കയറ്റിയിട്ടുള്ളത് നമ്മളൊരു ഫ്രണ്ട് ഷെഫിൻ എന്ന് പറഞ്ഞ ആളാണ്.
അത് അത്രക്ക് ഭ്രാന്താ. അത് കയറാന്ന് പറഞ്ഞാൽ അത്ര ചലഞ്ചിങ് ആണ്. പോണ വഴിക്ക് എങ്ങാനും ഒന്ന് സ്കിഡ് ആയി കഴിഞ്ഞാൽ വണ്ടി തല കുത്തിയ താഴേക്ക് വരിക. അവിടെ ഒരു ആക്സിഡന്റ് നടന്നു അവസാനം. കാരണം ഞങ്ങളാണ് ആ വഴി വെട്ടി ഉണ്ടാക്കിയത്. ഞങ്ങൾ അത്ര സൈക്കായിട്ട് ഓരോരുത്തരെ വണ്ടിയിൽ ഉണ്ടാവുള്ളൂ. വണ്ടിയുടെ പവറും സ്കില്ലും വെച്ച് മാത്രം കയറാൻ പറ്റുന്ന വഴിയാണ്. ഞങ്ങൾ ആ വഴി വെട്ടി. അതിൽ പിന്നീട് അവിടുത്തെ ലോക്കൽ ജീപ്പ് ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരെ ഓഫ് റോഡ് ജീപ്പിൽ ട്രെയിൽ കൊണ്ടുപോകുന്ന പരിപാടി വാഗമണിലുണ്ട്. അങ്ങനെ ഒരു ടീം അങ്ങനെ പോയി ആ ഇറക്കം മുകളിൽ താഴത്തേക്ക് ഇറക്കി. മഴക്കാലത്ത് വണ്ടി സ്കിഡായി മറിഞ്ഞു വന്ന ഒരു സ്ത്രീ ഒരു കുട്ടിയെ മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് ബാൻ ചെയ്തായിരുന്നു. അത് വാഗമണിലെ ഒട്ടുമിക്ക മലകളും ഇങ്ങനെ കയറ്റാൻ പറ്റുമെങ്കിൽ അതൊക്കെ കയറ്റി നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മല കയറി അത് പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ഏറ്റവും ആദ്യം പറ്റാണ്ട് തിരിച്ചു വന്ന സാധനമൊക്കെ പിന്നെ ഞങ്ങൾ പോയി അടിക്കും. അല്ല, ചിലപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴോ. കാരണം എന്റെ വൈഫിന്റെ അനിയത്തി വാഗമണിൽ DC കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവളെ കൊണ്ടുവിടാൻ പോവാന്നുള്ള പേരിൽ ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും, ഏതെങ്കിലും മലയുടെ മുകളിൽ കയറാൻ പോകും. അപ്പൊ ഒരു തവണ ഫാമിലി, അവളും എന്റെ വൈഫും അവളുടെ അനിയത്തിയും അവളുടെ ഉമ്മ എല്ലാവരും ഉള്ള സമയത്ത് ഞാൻ എന്റെ അന്നത്തെ എന്റെ അടുത്തൊരു മിത്സുബിഷിയുടെ മൊട്ടേറോ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു മലയുടെ മുകളിൽ കയറാൻ പോയി. അപ്പൊ ഇവരെല്ലാവരും ഒച്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ ആ മല ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ത്രില്ലിങ് ഒരു സാധനമായിരുന്നു. അതിന്റെ ഒരു പകുതി വരെ കയറി വണ്ടി സ്ലിപ്പ് ആവാൻ തുടങ്ങി. ഇവർക്ക് പേടിയായി. വീലിങ്ങനെ സ്ലിപ്പായി കളിക്കുമല്ലോ. ശരിക്കും ആ വണ്ടി കയറുമായിരുന്നു. അന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് ത്രോട്ടിൽ കൊടുത്തിരുന്നേ കയറുമായിരുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടി ഇരുത്താൻ എനിക്കൊരു മടി. പിന്നെ അതിന്റെ അടുത്ത ആഴ്ച തന്നെ പോയി ജീപ്പ് എടുത്തിട്ട് കയറി. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും പറയാ? ഭയങ്കര കേപ്പബിൾ വണ്ടികളാണ് ഇപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം. ഇപ്പൊ ഡ്രൈവർക്ക് ഒരുപാട് സ്കില്ലൊന്നും വേണ്ട. ഇപ്പൊ ജിംനിയും താറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബേസിക് റോഡിൽ ഓടിക്കുന്ന ഒരാൾക്കും അതുകൊണ്ട് ഓഫ് റോഡ് പോവാം. അത്ര കേപ്പബിളാ. ഇലക്ട്രോണിക്സ് അത്രയുണ്ട് ഈ വണ്ടികളിലൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ഹാരിയറും അടി തട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മോഡുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഹാരിയർ കയറി പോകാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല മിക്കവാറും. അത്രയും കേപ്പബിളാ. അപ്പോൾ അഫോർഡബിൾ എന്നൊക്കെ പറയുമ്പോഴാണ്, അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് 6 ലക്ഷം രൂപ എന്റെ താറ് ഞാൻ വാങ്ങിക്കുന്ന 8 ലക്ഷം രൂപയ്ക്കാണ്. അതേ താറിന്റെ ഇന്നത്തെ വില 22 ലക്ഷം രൂപയല്ലേ. 8 ലക്ഷം രൂപയ്ക്കാണ് 2013 ഞാൻ താറ് വാങ്ങിച്ചത്. അത് വേർഷൻ മാറി, ഫീച്ചേഴ്സ് മാറി, കാലം മാറി, പൈസയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ താറ് നല്ല കേപ്പബിൾ വണ്ടിയാണ്. 21 ലക്ഷം രൂപ കൊടുത്തിട്ട് 4x4 താർ എടുത്താൽ താർ എല്ലായിടത്തും കയറും. പിന്നെ പെട്രോൾ താർ പെട്രോൾ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായി. റോഡിൽ ഓടിക്കാനും ഫീലാണ്. നല്ല പവർഫുൾ വണ്ടിയാണ്. പിന്നെ ഉള്ളത് ജിംനി അടിപൊളിയാ. പിന്നെ താർ റോക്സ് ഇപ്പൊ അവർ ഇറക്കി. താർ റോക്സ് ഒക്കെ പ്രോപ്പർ ഓഫ് റോഡും കൂടി മിക്സ് ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ് താർ റോക്സ്, അടിപൊളിയാണ്. പിന്നെ ഇലക്ട്രിക്കലേക്ക് മോഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇപ്പൊ എനിക്ക് ഓൾ വീൽ ഡ്രൈവ് ആയിട്ട് ഏറ്റവും നല്ലത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് വണ്ടി ചിലപ്പോൾ ഇതായിരിക്കും. കാരണം അത്ര കോമ്പറ്റീറ്റീവ് ആയിട്ട് അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഹാരിയർ കാറ് ലോഞ്ച് ചെയ്യുന്ന കമ്പനിക്കാർ ഒരു ആഡ് ഇറക്കും. പക്ഷെ അത് ഇത്രത്തോളം ആളുകൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും വൈറലായിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് മലപ്പുറം കാറിന് ഡോക്ടർ? അല്ല, എനിക്ക് RSC ജയിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ കാര്യം. ഞാൻ RSCയുടെ കഥയെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. 2022 ഇതിനൊക്കെ കാരണമായത് RSC ആണ്. എന്റെ ഡ്രീം ആയിരുന്നു RSC. കാരണം ഈ പലതവണ ഹ്യൂമിലിയേറ്റഡ് ആയപ്പോഴും ഞാൻ ജയിക്കണം എന്നുള്ള വാശിയിൽ നിന്നത് RSC തന്നെയാണ്. RSC കാരണം മലയാളികൾ ആരും ജയിച്ചിട്ടില്ല. എല്ലാ സ്പോർട്ടിലും ഉണ്ടാവുമല്ലോ. നമ്മൾ വേറൊരാൾ വളർന്നു വരുമ്പോൾ വേറൊരാൾ ഒരു കോമ്പറ്റീറ്റേഴ്സിന് ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും, അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. ചെറിയ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നുമില്ലാത്തൊരു ബേസിൽ നിന്ന് വന്നതാ. ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, പിന്നെ മോട്ടോർ സ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അവർക്കൊക്കെ. എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാനൊരു റൂറൽ പ്ലേസിൽ നിന്ന് അരക്കുപുറമ്പാണ് എൻ്റെ സ്ഥലം. അവിടുന്ന് ഞാൻ വന്നത്. എനിക്കൊരു കോറിയൊക്കെ ഉണ്ടായിരുന്നു. ആ കോറിയിൽ നിന്നൊക്കെ കിട്ടിയ വരുമാനം എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ സേവ് ചെയ്ത് വീടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാനതെടുത്ത് ഫുള്ള് വണ്ടിയിൽ കളഞ്ഞു, എൻ്റെ ജീപ്പിൽ കളഞ്ഞു. ഞാനൊരു പൈസ സേവ് ചെയ്തിട്ടില്ല. അങ്ങനെ RSC എന്നുള്ള ഡ്രീം കൊണ്ട് നടന്ന് 2022 RSC കയ്യിൽ നിന്ന് പോയി. 2023 പിന്നെയും RSC വരികയാണ്. അപ്പോൾ ആ 2023 RSC ഓടിക്കാൻ എനിക്ക് ലോക്കൽ സ്പോൺസർഷിപ്പുകൾ വന്നു. ഷമീക്ക എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 2023 പിന്നെയും പോയി. 23 പോയിട്ട് മെന്റൽ പ്രഷർ അടിച്ചാൽ ഞാൻ ആ ഇവന്റ് ഓടിച്ചത്. അതായത് എനിക്കിത് ജയിക്കണം എന്നൊരു വാശിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. വിന്നർ ഒരാൾ ഓൾറെഡി തീരുമാനിച്ചു. അയാൾ ഞാനും തമ്മിൽ 160 പോയിന്റ് ഡിഫറൻസ് വന്നു. പിന്നെ എനിക്ക് പിടിക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ തൊട്ട് പിന്നിൽ ആനന്ദൻ്റെ കോമ്പറ്റീറ്റർ ആയിരുന്നു. ഞാനും ആനന്ദും തമ്മിൽ 3 പോയിന്റ് 4 പോയിന്റ് വ്യത്യാസത്തിലാണ് ലാസ്റ്റ് സ്റ്റേജ് ഓടിക്കുന്നത്. ആ സ്റ്റേജിൽ സ്പെസിഫിക് ആ സ്ഥലത്ത് ഞങ്ങളുടെ വയർലെസ് കണക്ഷൻ ഞാനും ഡ്രൈവറും തമ്മിലുള്ള കട്ടാവുണ്ടായി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ രണ്ടാളുടെയും പോക്കറ്റിൽ ഒരു ഫോൺ ഇടാം, ഹെഡ്ഫോൺ ചെവിയിൽ വെക്കുക, അതിൻ്റെ മുകളിൽ വയർലെസ്സും വെക്കുക, ഹെൽമെറ്റും വെക്കുക. അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങി. വയർലെസ് കട്ടാവുന്നത് കട്ടായിക്കോട്ടെ, ഫോൺ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫിൻ്റെ കോള് വന്ന്. അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആകെ ഇവനോട് സംസാരിക്കുന്നുണ്ട്, അവളോടും സംസാരിക്കുന്നുണ്ട്. രണ്ടും വയർലെസ്സിലാണ്. ഫോണിൽ കൂടെ കോളും വന്ന് മറ്റേതങ്ങ് മിക്സായി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയായി. അതോടുകൂടി ഞങ്ങളുടെ കണക്ഷൻ ആകെ പാളിപ്പോയി. ഞാൻ താഴെ ഇറങ്ങി. സ്റ്റേജിൽ എടുക്കേണ്ട ലൈൻ മിസ്സായി, വേറെ ലൈൻ എടുത്തു. അപ്പം ഞാൻ കയറ്റം കയറിയപ്പോൾ സാധാരണ എൻ്റെ കോമ്പറ്റീറ്ററുടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളി അന്ന് എൻ്റെ കോമ്പറ്റീറ്ററുടെ സപ്പോർട്ടറായിട്ട് അന്ന് അവിടെ നിൽക്കുകയാണ്, പുള്ളിയുടെ സർവീസ് ക്രൂ ആയിട്ട്. പുള്ളി സാധാരണ സ്റ്റേജിൻ്റെ മുകളിൽ എവിടെ ഉണ്ടെങ്കിലും
ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് കോമ്പറ്റീഷൻ ഞങ്ങൾ ഒരുമിച്ച് കോമ്പറ്റ് ചെയ്യണം. വിപിൻ വർഗീസ് എന്നുള്ള പേര്. അപ്പോൾ വയനാട്ടുകാരനാണ്. പുള്ളി ഒരു ഡ്രൈവറാണ്. കേരളത്തിലെ ഇവന്റുകൾ ടീം ഇവന്റ് വന്നാൽ ഞാനും പുള്ളി ഒരുമിച്ച് കോമ്പറ്റ് ചെയ്യണം. പുള്ളി ആ വർഷം എൻ്റെ ഒപ്പോണന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വന്നതാണ്. അതായത് അവരുടെ സർവീസ് ക്രൂ ആയിരുന്നു. പുള്ളിയുടെ വർക്ക്ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി അവർക്ക് സർവീസ് കൊടുത്ത്. അങ്ങനെ പുള്ളി ഈ സ്റ്റേജ് ഇങ്ങനെ കുത്തനെ കയറുമ്പോൾ പുള്ളി റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. സാധാരണ ഒരു ഇവന്റിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമാണ് പുള്ളിയുടെ മുഖം അങ്ങനെ മാറാറുള്ളൂ. ഞാനത് പുള്ളിയുടെ മുഖത്ത് കണ്ടു. പക്ഷേ ഒരു ചിരി പോലും പുള്ളി എന്നോട് ചിരിച്ചില്ല. ഞാൻ എന്തോ ഒന്ന് പാളിയിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഇൻസ്റ്റന്റ് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു കോണിനെ ചുറ്റി ഞാൻ വരണമായിരുന്നു. ആ സമയം കൊണ്ട് എൻ്റെ കോ ഡ്രൈവർ വയർലെസ് കണക്ഷൻ കട്ടായി അവൻ പോയി ഹുക്ക് ചെയ്ത് വിഞ്ച് ഹുക്ക് ചെയ്തിരിക്കുക. ഞാൻ വിഞ്ച് ഫ്രീ സ്പൂളിലിട്ട് റിവേഴ്സ് ഇറക്കി ആ കോൺ എടുത്തിട്ട് വന്നു. പക്ഷേ ആ വിഞ്ചിൻ്റെ റോപ്പ് തട്ടി കോൺ മറിഞ്ഞ് ഒരു പെനാൽറ്റി അടിച്ചു. അങ്ങനെ അവസാനത്തെ സ്റ്റേജിൽ ഞാൻ പിന്നെയും തേർഡായി. അവർ 7 പോയിന്റ് ലീഡ് അടിച്ച് 7 or 10 പോയിന്റ് എങ്ങാണ്ട് പുള്ളി ലീഡ് അടിച്ച് അവസാനത്തെ സ്റ്റേജിൽ ആ പെനാൽറ്റി അടക്കം വാങ്ങിച്ച് ഞാൻ തേർഡിലേക്ക് വന്നു. അങ്ങനെ ആ 2021-ലും 2023-ലും സെക്കൻഡ് റണ്ണറപ്പായി. മൂന്നാമത്തെ വർഷം തിരിച്ചു വരുമ്പോൾ ഞാൻ നേരെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അവിടെ പിള്ളേരോട് പറഞ്ഞു, ഈ വണ്ടി എനിക്ക് പൊളിച്ചൊന്ന് പണിയണം, ഈ വണ്ടിക്ക് നീളം കൂടുതലാണ്, എനിക്ക് നീളം കുറച്ച് തരണം, പിന്നെ എൻ്റെ വിഞ്ചിന്റെ പൊസിഷൻ എടുത്ത് നടുക്കൊക്കെ വെക്കണം. കുറച്ച് ഒക്കെ ഫിസിക്സ് ആണ്, വേറെ ഒന്നുമില്ല. ഒരു ഒബ്സ്റ്റക്കിൾ പോകുമ്പോൾ എല്ലി ക്ലിയറൻസ് മാറ്റാം, പിന്നെ വണ്ടിയുടെ വെയിറ്റ് മാനേജ്മെന്റ്, അതൊക്കെ ഞാൻ ഈ 3 വർഷം കൊണ്ട് പഠിച്ചിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ മെക്കാനിക്കുമാരെല്ലാവരും കൂടി എൻ്റെ വണ്ടി മാനുവൽ ആക്കി, ഇലക്ട്രോണിക്സ് എല്ലാം എടുത്ത് കളഞ്ഞ് കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് എടുത്ത് കളഞ്ഞ് വണ്ടീനെ DI ആക്കി. അതൊക്കെ ഫോർച്യൂണർ എഞ്ചിനിൽ കഷ്ടപ്പെട്ട് ഇവിടുത്തെ നാസർക്ക് ഉണ്ട്, പുള്ളിയാണ് ഫുള്ള് ചെയ്തതെന്ന്. പുള്ളിയാണ് എൻ്റെ സർവീസ് സപ്പോർട്ട്. 23 ലാസ്റ്റിൽ കൊണ്ടുവന്ന് ഇവിടെ പെരിന്തൽമണ്ണ ഒരു ഗ്യാരേജിലിട്ട് പണിത് എല്ലാം കഴിഞ്ഞ് മെക്കാനിക്കൽ പണി, അതായത് ബോഡി ചുരുക്കലും അങ്ങനത്തെ പണിയെല്ലാം വിഞ്ച് പൊസിഷൻ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞാൻ നാസർക്കാരുടെ അടുത്ത് പോയി. നാസർക്ക മാനുവൽ ആക്കണ ബാക്കി എല്ലാ പണി ചെയ്തു. DI ആക്കി കൺവേർട്ട് ചെയ്ത് ഫ്യൂൽ പമ്പ് മാറി, ടേബോ മാറി, അങ്ങനത്തെ പണിയൊക്കെ ചെയ്തു തന്നു. വലിയ ഉറപ്പൊന്നും ഇല്ലാതെയാണ് 24-ൽ ഞാൻ, അതായത് കോമ്പീറ്റ് ചെയ്യണമെന്ന് ഉറപ്പില്ലാന്ന് നിൽക്കുകയാണ്. അപ്പം എനിക്ക് JSWയുടെ ഒരു ഡ്രൈവറുടെ കോൾ വന്നു. 24-ൽ പുള്ളിക്ക് കോമ്പറ്റീഷൻ വരുന്നില്ല. പുള്ളി നോക്കിയപ്പോൾ എൻട്രൻസ് ആരും പുള്ളിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ല. അന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോ ഡ്രൈവർ എന്ന് പറയുന്നത് ചേതൻ ചെങ്കപ്പയാണ്. എൻ്റെ കോ ഡ്രൈവറും നല്ല കോ ഡ്രൈവറാണ്. പക്ഷേ അവന് ടോപ്പിൽ എത്താൻ പറ്റിയിട്ടില്ല. ഈ ചേതൻ ചെങ്കപ്പ 4 വർഷം അതിന് മുന്നേ ടോപ്പിൽ എത്തിയിട്ടുണ്ട്, കണ്ടിന്യൂസ് 4 വർഷം. ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ട് ചേതൻ ചെങ്കപ്പ വിന്നറിലേക്ക് വന്നത് ഒറ്റ വർഷമാണ്. ആ 4 വർഷം അവൻ വിന്നർ ആയതുകൊണ്ട് അവൻ ഹൈലി പെയ്ഡ് കോ ഡ്രൈവറാണ്. ഇന്ത്യയിൽ ഒരേ ഒരു പെയ്ഡ് കോ ഡ്രൈവർ ഉണ്ടായിരുന്നുള്ളത് ചേതനായിരുന്നു. ചേതൻ ഒരു വർഷം ഒരു ഇവന്റിനെ ഓടിക്കാൻ കോ ഡ്രൈവ് ചെയ്യാൻ 5 ലക്ഷം രൂപ ചാർജ് ചെയ്യാം. പെയ്ഡ് ആയിട്ട് കോ ഡ്രൈവ് ചെയ്യണ ഒരാൾ പുള്ളി മാത്രമാണ്. അങ്ങനെ 24-ൽ പുള്ളി ചേതനെ എടുത്തു, ഹയർ ചെയ്തു. അപ്പോൾ ഞാനും രാജീവനും തന്നെയാണ് ടീം. ഞാൻ 24 ഓടിക്കില്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഈ പുള്ളി എന്നെ വിളിച്ചു. ഉജ്ജൽ എന്നാണ് ഉള്ള പേര്, അരുണാചലുകാരനാണ്. അടിപൊളി ഡ്രൈവറാണ്. എനിക്ക് കോമ്പീറ്റന്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഡ്രൈവേഴ്സിൽ ഒരാൾ പുള്ളിയാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരുന്നില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണ്, പണിയാൻ. അപ്പോൾ ഇവിടെ പൊളിച്ച് പണിത് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞുള്ളൂ സ്ട്രക്ചർ. മെക്കാനിക്കലി ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് സ്പെയർ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, നീ ഇവന്റിന് വരണം, ഞാൻ JSW ആയിട്ടാണ് ഇറങ്ങുന്നത്, നിന്നെ വേണമെങ്കിൽ ഞാൻ JSWയുടെ ടീമിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ എനിക്ക് സ്പോൺസർഷിപ്പ് വേണം. 2-3 കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷനായി, ഇത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പുള്ളി പറഞ്ഞു, നിന്റെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒരു 10 പേര് ക്രൂ ഉണ്ടാവും, ഞങ്ങളുടെ എൻട്രി വേണം, ഞങ്ങൾക്കുള്ള താമസം വേണം, പിന്നെ ഫുഡ് വേണം. അപ്പോൾ എത്ര രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തു. 3-3.5 ലക്ഷം രൂപ അങ്ങോട്ട് എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഓക്കെ, കമ്പനി വെയർ ചെയ്യും, നിന്റെ എൻട്രി ഞങ്ങൾ എടുക്കും, ബാക്കി കാശ് നിനക്ക് അയച്ചു തരും, ജയിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ബോണസും തരും എന്ന് പറഞ്ഞു. അതായത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിനക്കൊരു ബോണസ്. നമ്മുടെ ടീം ജയിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജയിച്ചാലല്ല പറഞ്ഞത്, JSWയുടെ ടീമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അവർ ഓൾറെഡി 5 ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്തിരുന്നു. പുള്ളിയുണ്ട്, വേറൊരു പാർട്ണർ ഗുജറാൾ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, വേറൊരു 3 പേരെയും അവർ ഹയർ ചെയ്തിരുന്നു. ഞാൻ 6ാമത്തെ ആളായിട്ട് JSWയിൽ കയറി. അടുത്ത ദിവസം രാവിലെ സ്ക്രൂട്ടിനി ആണെങ്കിൽ തലേന്ന് വൈകുന്നേരം 8 മണിക്കാണ് ഞങ്ങൾ പണി തീർക്കുന്നത്. 8 മണിക്ക് ട്രക്കിൽ ലോഡ് ചെയ്ത് വണ്ടി ഒന്ന് ടെസ്റ്റ് പോലും ചെയ്യാതെ നേരെ അങ്ങ് പോയി. അതായത് എനിക്ക് നാസർക്കാരുടെ മേലുള്ള വിശ്വാസം, ഞാൻ ഇവിടെ പണിത പണി നന്നാവും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ പോയി. ഉജ്ജലും ചേതനയും ബീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അവരുടെ വണ്ടിയും ഭയങ്കര പവർഫുൾ വണ്ടി, ഒരു V6 പെട്രോൾ വണ്ടിയാണ്. അതിനെ സ്പീഡിൽ ഒരിക്കലും ബീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ടെക്നിക്കലി അവൻ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പൊട്ടാണെങ്കിൽ പൊട്ട, ജയിക്കുകയാണെങ്കിൽ ജയിക്കുക എന്നുള്ള മോഡലാണ്. Day 1 കോമ്പീറ്റ് ചെയ്തു, സെക്കൻഡായി. Day 2 കോമ്പീറ്റ് ചെയ്തു, സെക്കൻഡായി. Day 1 Day 2 അവൻ വിന്നറിൽ നിന്നു. Day 3 ഞാൻ വിന്നറായി. Day 3-ൽ അവൻ ഫസ്റ്റ് സ്റ്റേജിന്റെ DNF ആയി പോയി. ഒരു ട്രാക്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറേയും കോ ഡ്രൈവറേയും ഫുൾ ടീമിനെയും വിളിക്കും. അതായത് എല്ലാ ഡ്രൈവേഴ്സിനെയും കോ ഡ്രൈവേഴ്സിനും വിളിക്കും. ട്രാക്കിന്റെ സ്റ്റാർട്ട് പറഞ്ഞു തരും, ഓബ്സ്റ്റക്കിൾസ് എന്താണെന്ന് പറഞ്ഞു തരും. ആ ഓബ്സ്റ്റക്കിൾസ് എവിടെ വിൻ ചെയ്യണം എന്നുള്ള ലൈനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ വാക്കിൻ ട്രക്കേയും എല്ലാം കൂടി ഒരു 10 മിനിറ്റാണ് കിട്ടുക. ആദ്യത്തെ 2 എണ്ണം അടിപൊളിയായിട്ട് ചെയ്തു. 3ാമത്തെ വിഞ്ചിങ് ഇത്തിരി കട്ടിയുള്ള വിഞ്ചിങ് ആയിരുന്നു. അവിടെ അവന് ആങ്കർ കിട്ടിയില്ല. അപ്പം ചേതൻ നല്ല കുറുക്കനാണ്. ചേതന എല്ലാ സാധനവും എങ്ങനെയും കണ്ടുപിടിക്കും. ഗ്രൗണ്ട് ആങ്കറൊക്കെ വെച്ച് പല സാധനം പറ്റി നോക്കി. അവസാനം ടൈം ഔട്ട് ആവാൻ 1.5 മിനിറ്റ് കണ്ടുള്ളപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, ഇനി ലാസ്റ്റ് കൈ നോക്കാന്ന് വിചാരിച്ചാൽ അവനൊരു പെനാൽറ്റി എടുത്തിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കി. ആ പെനാൽറ്റിയോട് കൂടി
അവൻ്റെ വണ്ടി പിന്നെയും കയറിയില്ല. ഒരു പെനാൾട്ടി അടിക്കും ചെയ്തു, ആ വണ്ടി കയറും ചെയ്തില്ല. അപ്പോൾ സാധാരണ DNF ആയാലും ഡു നോട്ട് ഫിനിഷ് ആണ് DNF. ഒരു 15 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ DNF ആയി. ആ സ്റ്റേജ് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വാശിയായി. ഞങ്ങൾക്ക് ടൈം തന്നത് 3 മിനിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റേജ് ഇവർ ഓടുന്നത് ഞങ്ങൾക്ക് കാണാം. അപ്പം ഇവൻ്റെ ആങ്കർ ലൈൻ എവിടെ മിസ്റ്റേക്ക് എന്ന് കണ്ടു. ഞാൻ ഇൻസ്റ്റന്റ് എൻ്റെ പിള്ളേരോട് പറഞ്ഞു, സ്ട്രാപ്പുകളെല്ലാം കൂട്ടി കിട്ടണം, എക്സ്റ്റൻഷൻ വേണം, നല്ല ലോങ് വെഞ്ചിങ്ങാണ്. അതായത് അവിടെ ആങ്കർ ഉള്ളൂ, ദൂരെ ഒരു മരമുണ്ട്, അത്രയും എക്സ്റ്റൻഷൻ വേണം. അങ്ങനെ ഇവരിതെല്ലാം കൂടി എടുത്ത് സ്ട്രാപ്പൊക്കെ എടുത്ത് അങ്ങ് ആദ്യം ഒരു ട്രയൽ അടിച്ചു, നോർമൽ ട്രയൽ. അത് കഴിഞ്ഞ് എല്ലാം കൊണ്ട് അങ്ങേ അറ്റത്ത് മരത്തിൽ കൊളുത്തി. അവിടെ വെച്ച് എങ്ങനെയോ അവൻ മരത്തിൽ കൊളുത്തി അത്ര ദൂരത്തേക്ക് സ്ട്രാപ്പ് ഇട്ട് വെച്ചേക്കാണല്ലോ. ഈ സ്ട്രാപ്പ് ഗ്രൗണ്ടിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കും. ആ ഗ്രിപ്പിലാണെന്ന് തോന്നുന്നു ഞാൻ കയറിപ്പോയത്. കാരണം എൻ്റെ വണ്ടി മുകളിലേക്ക് കയറി വിഞ്ച് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മരം പറഞ്ഞു പോന്നു. മരത്തിന്റെ ചില്ലയിലായി അവസാനം സ്ട്രാപ്പ് നിലത്ത് കൊണ്ടിട്ടോ എങ്ങനെയോ എന്തോ ഭാഗ്യത്തിന് എൻ്റെ വണ്ടി മുകളിൽ കയറി. ഞങ്ങൾ ആ സ്റ്റേജ് 13.5 മിനിറ്റിൽ ഫിനിഷ് ചെയ്തു. അപ്പം ഉറപ്പായിട്ടും 37 പോയിന്റ് ഇരുന്ന് ഞങ്ങളുടെ പിന്നിൽ നിന്നത് പുള്ളിനെ അടിച്ചു. പിന്നെ ഒരു സ്റ്റേജിൽ പുള്ളി എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു, ഒരു മിസ്റ്റേക്ക് കാണിച്ചു, അങ്ങനെ പുള്ളി താഴെ പോയി. അങ്ങനെ ഓവറോൾ ആ ദിവസം ഞങ്ങൾ 30 പോയിന്റ് 40 പോയിന്റ് ലീഡിൽ ഞങ്ങൾ നിന്നു. പിന്നെ ഞങ്ങൾ വിട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ സ്റ്റേജും വരണടുത്ത് വെച്ച് കാണാന്നുള്ള മൂഡിൽ ഓടിക്കാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾ പ്രിസർവ് ചെയ്ത് ഓടിക്കുമായിരുന്നു. പിന്നെ ഓടിച്ചു, പുള്ളി ഞങ്ങളെ പിടിക്കാൻ വേണ്ടി പുള്ളി ഓടിക്കും. അങ്ങനെ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി ഓടിച്ച് പുള്ളി കൊണ്ടുപോയി മറിച്ചിടും. കോമ്പറ്റീഷൻ ടൈറ്റ് ആകുമ്പോൾ ഞങ്ങൾ തമ്മിൽ കളിക്കുന്ന കളികൾക്ക് തെണ്ടിത്തരത്തിനൊന്നും ഒരു പരിധി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോയില്ല, അവരെനിക്കെതിരെ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നിർത്തി. അപ്പോൾ അങ്ങനെ ആ സ്റ്റേജ് ബീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനോട് പറയും ഞങ്ങളുടെ 12:50 അവരുടെ 8:40 ഇടയിൽ കയറി അടിക്കാൻ. പക്ഷെ അപ്പോഴും ഓവറോൾ ഞങ്ങൾ അവർ പിടിച്ചില്ല. കാരണം ഞങ്ങൾ ആ സ്റ്റേജിൽ പിടിച്ചെങ്കിലും അതിൻ്റെ അടുത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. 27 കോമ്പറ്റീറ്റേഴ്സ് ആണ് അന്ന് രജിസ്റ്റർ ചെയ്ത്. 28 കോമ്പറ്റീറ്റേഴ്സ് രജിസ്റ്റർ ചെയ്തു. 26 പേരെ ഓടിച്ചുള്ളൂ. 2 പേര് സ്ക്രൂട്ടിനി പാസ്സായില്ല. ആ 26 പേരിൽ 2 പേര് മാത്രം ഫിനിഷ് ചെയ്തൊരു സ്റ്റേജ് ഉണ്ട്. അതിലൊന്ന് ഫിനിഷ് ചെയ്യുന്നത് ഈ ഉജ്ജ്വലിന്റെ ചേട്ടൻ. ആള് നല്ല ഡ്രൈവറാണ്. പക്ഷെ പുള്ളി ഇങ്ങനെ കോ ഡ്രൈവറൊന്നും നോക്കില്ല. അങ്ങനെ പുള്ളി കോമ്പീറ്റ് ചെയ്യും. പക്ഷെ പുള്ളിക്ക് ഇന്നെ കാശ് കൊടുത്ത് കോ ഡ്രൈവ് ചെയ്യേണ്ട ആളൊന്നും പുള്ളിക്ക് മൂടില്ല. ഞങ്ങൾ പ്ലാൻ ഇട്ടു, ഇങ്ങനെ എന്നെ പോലെയാണ് ഞങ്ങളിത് ചെയ്യാൻ പോണത് എന്ന് പ്ലാൻ ഇട്ടു. ചെന്നൊരു ചെരുവായിരുന്നു, നല്ല മഴയൊക്കെ പെയ്ത് ഒലിച്ച് കിടക്കുക. വണ്ടി ഇങ്ങനെ എങ്ങനെ നോക്കിയാലും വണ്ടി മുകളിലേക്ക് കയറി പോകില്ല. ആ കയറുന്നതിൻ്റെ ഇടയ്ക്ക് 2 പെനാൽറ്റി അവർ വെച്ചു. അത് കയറുമ്പോൾ ഇടതുവശത്തെ കൂടെ കയറി വലത്തോട്ട് തിരിഞ്ഞ് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടോ, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഏറ്റവും മുകളിൽ കയറി പോയി താഴേക്ക് ഇറങ്ങി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ചു വരണം. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് മഴയത്ത് ഒലിച്ച് കിടക്കുന്ന സിറ്റുവേഷനിൽ ഭയങ്കര ടൈറ്റാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെയാലും ഫേസ് ചെയ്യണമെന്നായി. ആ മോഡിൽ വന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ചെന്ന ആളൊരു മരം വലിച്ചിട്ടു ട്രാക്കിലേക്ക്. ഞങ്ങൾ എങ്ങനെ ശ്രമിച്ചിട്ടോ മരം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു ഇനി ഇടിച്ച് മാറ്റുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എൻ്റെ ലൈറ്റ്, എൻ്റെ വണ്ടിയുടെ മുമ്പിൽ നല്ല വിലപിടിപ്പുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ നശിപ്പിച്ച് ഞങ്ങൾ ആ സ്റ്റേജ് അങ്ങ് ഫിനിഷ് ചെയ്തു. വണ്ടിക്ക് വലിയ പരിക്കെന്ന് പറഞ്ഞാൽ ആ ലൈറ്റിന്റെ ഫ്രെയിമും അങ്ങ് പൊട്ടി. ഞങ്ങൾ ആ സ്റ്റേജ് 12 മിനിറ്റിൽ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. പുള്ളി 14 മിനിറ്റിലാണ് ഫിനിഷ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ 12 മിനിറ്റ് ഫിനിഷ് ചെയ്തപ്പോൾ ഞങ്ങളായി ഫാസ്റ്റസ്റ്റ്. പിന്നെ ഒരാൾ ഫിനിഷ് ചെയ്തില്ല. പിന്നെ ഉജ്ജ്വൽ വന്നു. ഉജ്ജ്വൽ ആ സ്റ്റേജിൽ പറന്നടിച്ച് വന്ന് ഫസ്റ്റ് ഓബ്സ്റ്റക്കിൾ പുള്ളി അങ്ങ് മറിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കൂളായിട്ട് ഓടിച്ചാൽ മതിയായിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ഡേ 2 സ്റ്റേജ് ഞങ്ങൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് 3-4 സ്റ്റേജ് പയ്യെ ഫിനിഷ് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ടും ഞാൻ 3rd സ്റ്റേജ് ഫാസ്റ്റസ്റ്റ് അടിച്ചു. കാരണം ഞങ്ങൾ അതിൻ്റെ മുമ്പത്തെ 2 വർഷം ഞാൻ അവിടെ പൊട്ടി നാണം കെട്ടിട്ടുള്ള സ്റ്റേജായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. കാരണം അത്രയും എന്താ പറയുക, തോൽവികൾ മാത്രമല്ല പലരും ജയിക്കാൻ സമ്മതിക്കാതെയും പരീക്ഷണങ്ങളായിരുന്നു കുറെ. അപ്പം RFC ജയിക്കാന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എനിക്കൊന്നും വേണ്ടിയിരുന്നില്ല. അതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് സാധനം. അങ്ങനെ RFC ജയിച്ചു. ഇത് പത്രത്തിൽ വരും എന്നൊക്കെ വിചാരിച്ച് നാട്ടിൽ വന്നു. വന്നതിൻ്റെ 3ാമത്തെ ദിവസം വയനാട് ഫ്ലഡ്. പിന്നെ ന്യൂസും ഇല്ല ഒന്നുമില്ല. പല മീഡിയക്കാരെയും ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കി, ഒരാൾ ഇട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്രമൊക്കെ പറയില്ല, ഒരു പത്രത്തിൻ്റെ ടീം വന്നു. അവരെന്നെ ഒരു ഹോട്ടലിൽ വിളിച്ച് ചായയൊക്കെ കുടിക്കാൻ വിളിച്ച് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട് പേജിൽ നിന്നെക്കുറിച്ച് എഴുതും, ഒരു മന്ത്രിയെ കൊണ്ട് ഒരു പൊന്നാടി അണിയിക്കും, മന്ത്രി ഇവിടെ പെരുന്തൽമണ്ണ വരുന്നുണ്ട്, 1.5 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു പേയ്മെന്റ് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു കാശ് കൊടുത്ത് എനിക്കൊരു പ്രൊമോഷൻ വേണ്ട, ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല, എന്നെ ഒരു ന്യൂസിൽ വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, കാശ് കൊടുത്ത് വേണ്ട, എനിക്ക് ഞാൻ ചെയ്ത സാധനം അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇട്ടോന്ന് പറഞ്ഞു. പക്ഷേ RFC അങ്ങനെ ഇനിയും RFCകൾ ഡ്രീമായിട്ട് കിടക്കും. അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ മത്സരിക്കാൻ ഒരു വണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഞങ്ങളത് കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.